നമസ്കാരം. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിന്റെ വിശദീകരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേടി. സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് സർവകലാശാല പ്രിൻസിപ്പലിന്റെ വിശദീകരണം തേടിയത്. അതേസമയം വിശദീകരണം തേടി കഴിഞ്ഞ ദിവസം കത്ത് കിട്ടിയതായി പ്രിൻസിപ്പൽ പ്രതികരിച്ചു. ഉടനടി വിശദീകരണം നൽകുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. സസ്പെൻഷൻ നടപടി ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ചാണ് വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും പരാതി നൽകിയത്. അതേസമയം കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ SFI നേതാവ് നടത്തിയ ഭീഷണി പ്രസംഗത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഭീഷണി മുഴക്കിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് കാട്ടിയാണ് കോടതിയെ സമീപിക്കുക. വിദ്യാർത്ഥി സംഘർഷമുണ്ടായ കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പോലീസ് നിരീക്ഷണം തുടരണം എന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കോളേജ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യമുണ്ടായാൽ പോലീസിന്റെ കർശന ഇടപെടലുണ്ടാകണം. പുറത്തുനിന്നുള്ളവരെ അനാവശ്യമായി കോളേജ് വളപ്പിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നും ജസ്റ്റിസ് VG അരുൺ നിർദ്ദേശം നൽകി. SFI വിദ്യാർത്ഥികളുടെ സംഘർഷത്തിൽ മർദ്ദനമേറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനും മാനേജ്മെന്റും നൽകിയ ഹർജി തീർപ്പാക്കിയാണ് കോടതി ഉത്തരവ്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കോളേജ് സമാധാനപരമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന അധികൃതരുടെ വിശദീകരണം രേഖപ്പെടുത്തിയാണ് ഹർജി കോടതി തീർപ്പാക്കിയത്. ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട SFI നേതാവിൻ്റെ ഭീഷണി പ്രസംഗത്തിനെതിരെ പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ സമീപിക്കും. പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ഭീഷണിയിൽ പോലീസ് സ്വമേധയാ നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിക്കുന്നത് എന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. SFI പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു പ്രിൻസിപ്പലിനെതിരെ SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് ഭീഷണി മുഴക്കിയത്. അതേസമയം SFI നേതാവിനെ മർദ്ദിച്ചു എന്ന കേസിൽ പ്രിൻസിപ്പലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. 3 വർഷം വരെ തടവ് കിട്ടാനുള്ള കുറ്റമാണ് ഡോക്ടർ സുനിൽ ഭാസ്കറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നും വ്യക്തമാക്കിയാണ് പോലീസ് നോട്ടീസ് അയച്ചത്. തുടരന്വേഷണത്തിൽ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് തോന്നിയാലോ തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാലോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അതേസമയം പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ നടപടിയൊന്നുമില്ല. തന്നെ മർദ്ദിച്ചെന്ന് കാട്ടി കണ്ടാലറിയാവുന്ന 15 പ്രതികൾക്കെതിരെയാണ് പ്രിൻസിപ്പൽ പരാതി നൽകിയത്. പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. കൂടാതെ പ്രിൻസിപ്പലിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവിനെതിരെയൊന്നും കേസ് എടുത്തിട്ടേയില്ല. സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിന് പ്രിൻസിപ്പൽ പുതിയ പരാതി നൽകിയിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ SFI പ്രവർത്തകർ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയതിനെ SFI പ്രവർത്തകർ തെറ്റായ രീതിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ചതായും പ്രിൻസിപ്പൽ വിമർശിച്ചിരുന്നു. 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്ന നടപടികൾക്കിടയിൽ SFIക്കാർ ഹെൽപ്പ് ഡെസ്ക് ഇട്ടു. ഇതിനെ പ്രിൻസിപ്പൽ എതിർത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. വിദ്യാർത്ഥി സംഘടനയുടെ ഹെൽപ്പ് ഡെസ്ക് തന്നെ നിയമവിരുദ്ധമായിരിക്കെ കോളേജിന് പുറത്തുള്ള SFIക്കാരും ഹെൽപ്പ് ഡെസ്കിൽ ഇരുന്നതിനെയാണ് പ്രിൻസിപ്പൽ എതിർത്തത്. ഇതിനെ തുടർന്ന് SFIക്കാർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. എന്നാൽ പ്രിൻസിപ്പൽ തങ്ങളെ മർദ്ദിച്ചു എന്നാണ് SFIക്കാർ പോലീസിൽ പരാതി നൽകിയത്. ഈ കേസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രിൻസിപ്പലിനോട് പോലീസ് ആവശ്യപ്പെട്ടത്.